ചാന്ദ് ക്രിയേഷൻസിന്റെ ബാനറിൽ ശൈലജ നിർമ്മിക്കുന്ന ഏറ്റവും പുതിയ ചിത്രമാണ് കബീറിന്റെ ദിവസങ്ങൾ. 7 വർഷങ്ങൾക്ക് ശേഷം ജഗതി ശ്രീകുമാർ അഭിനയ രംഗത്തേക്ക് തിരിച്ചുവരുന്ന ചിത്രം കൂടിയാണിത്. വളരെ സന്തോഷമുള്ളൊരു നിമിഷത്തിലാണ് ഇപ്പം നിൽക്കുന്നത്. പപ്പയുടെ ഒരു 8 വർഷത്തിൻ്റെ ഗ്യാപ്പിന് ശേഷം അദ്ദേഹം അഭിനയിക്കുന്ന ഒരു ആദ്യ ചിത്രമാണ് ഈ കബീറിൻ്റെ ദിവസങ്ങൾ എന്ന് പറയുന്ന ഈ ഫിലിം. ചാന്ദ് ക്രിയേഷൻസിൻ്റെ ബാനറിൽ നടത്തുന്ന ഒരു ഫിലിമാണ്. ശൈലജ ശരത്താണ് ഇതിൻ്റെ പ്രൊഡക്ഷൻ ഒക്കെ. പിന്നെ എന്താണ്, ഭയങ്കര സന്തോഷമുണ്ട്. എനിക്ക് തോന്നുന്നു ഈ ശരത്ചന്ദ്രൻ നായരാണ് എൻ്റെ ഡയറക്ടർ. ഇവരൊക്കെ എൻ്റെ പപ്പയും ഇവരൊക്കെ ഭയങ്കര ഫ്രണ്ട്സാണ്. കുറേ നാളുകളായിട്ടുള്ള ഒരു ഫ്രണ്ട്ഷിപ്പാണ്. അതിൻ്റെ ഒരു ബേസിസിലാണ് ഈ മൂവി തുടങ്ങാനും ഉള്ള കാരണം. പിന്നെ പ്രത്യേകിച്ച് എനിക്ക് ഈ മൂവിയെ പറ്റിയോ ഇതിൻ്റെ ഒരു ഇതിൻ്റെ ഒരു കഥയോ പറ്റിയൊന്നും ഞാനിപ്പോൾ നിങ്ങളോട് പറയേണ്ട കാര്യമില്ല. ഇതെല്ലാവരും കണ്ട് വിലയിരുത്തണം. പിന്നെ മോറോവർ ഇത് അദ്ദേഹം ഒരു ആക്സിഡൻറ്റിന് ശേഷം റീ എൻട്രി നടത്തുന്ന ഒരു ഫിലിമാണ്. ആൻഡ് എനിക്ക് പ്രത്യേകിച്ചും പറയാനുള്ളത് ഇറ്റ്സ് പാർട്ട് ഓഫ് ദി ട്രീറ്റ്മെൻറ്റ്. ഇപ്പം ഞാൻ തന്നെ ഈ സെറ്റിൽ വന്നു. ഇപ്പോൾ ഒരു 2 ദിവസം കഴിഞ്ഞു പപ്പയുടെ ഷൂട്ട്. ഓരോ ദിവസവും അദ്ദേഹത്തിന് നല്ല മാറ്റമാണ് ഒരു ക്യാമറയുടെ ഫ്രണ്ടിൽ നിൽക്കുമ്പോൾ. അപ്പം ആ ഓരോ ദിവസവും ഉള്ള മാറ്റം എന്ന് പറയുന്നത് അത് കണ്ടുകൊണ്ടിരിക്കുന്ന ഇവിടെ ഉള്ളവരും ഒക്കെ ഞങ്ങളെല്ലാവരും ഉൾപ്പെടെ ദൃക്സാക്ഷികളാവുകയാണ്. കാരണം അതൊരു വലിയ മാറ്റം തന്നെയാണ്. അപ്പം ഇതൊരു ട്രീറ്റ്മെൻറ്റിൻ്റെ ഭാഗവുമായിട്ടാണ് ഈ സിനിമയിൽ അഭിനയിക്കുന്നത്. ഇനിയും അവസരങ്ങൾ കിട്ടിയാൽ, നല്ല അവസരങ്ങൾ കിട്ടിയാൽ അദ്ദേഹത്തിന് അഭിനയിക്കണം. അല്ലെങ്കിൽ എന്താണ് പറയുന്നത്, അത് ഈ ആക്ടിങ് എന്ന് പറയുന്നത് പണ്ട് തൊട്ടേ പപ്പയുടെ പാഷനായിട്ടുള്ള ഒരു കാര്യമാണ്. കാരണം ഈ ഒരു ബാക്ക്ഗ്രൗണ്ടിൽ നിന്നും മാറിയുള്ളൊരു ജീവിതം ഒരിക്കലും പപ്പയ്ക്ക് പറ്റുന്നതല്ല. ഞങ്ങൾ മക്കൾ മനസ്സിലാക്കി. പിന്നെ ഈ ഒരു 8 വർഷം നമ്മൾ എന്തുകൊണ്ട് ഇത് നേരത്തെ ആയിക്കൂടാ എന്നുള്ളൊരു ചോദ്യവും നമ്മുടെ മുന്നിലുണ്ട്.